ഇന്നലെ തൈപ്പൂയമായിരുന്നു. മുരുകന് പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് തൈപ്പൂയം. അപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളതല്ല, പുറം രാജ്യത്ത് സിംഗപ്പൂരിലുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ അത് എത്ര ഭക്തിയോടെയാണ് അവർ ആ സനാതന ധർമ്മത്തെ അവിടെ ആചരിച്ച് പോരുന്നതെന്ന് കണ്ടപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. കാവടിയെടുത്ത് നടക്കുന്ന ഭക്തജനങ്ങളെയാണ് നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കുക. ഇതിൽ കാവടി എടുത്തിട്ട് അവർ ശ്രീനിവാസ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡായുധപാണി ക്ഷേത്രത്തിലേക്ക് ഈ കാവടിയും കൊണ്ട് അവർ യാത്ര പോകും. ഇതാണ് മെയിനായിട്ട് അവിടെ നടക്കുന്നത്. കാവടി എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം സാക്രിഫൈസ് അറ്റ് എവറി സ്റ്റെപ്പ് എന്നാണ്. ത്യാഗം എന്നുള്ളത് തന്നെയാണ് കാവടിയുടെ ഓരോ അർത്ഥവും. നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും, ശരീരം മുഴുവനും തുളച്ചിട്ടാണ് അവർ ആ കൂർത്ത കാവടി ചുമക്കുന്നത്, അല്ലെങ്കിൽ നാവിൽ ശൂലം കുത്തിയിട്ടാണ് നടക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ചില അമ്പലങ്ങളിൽ കാണാറുണ്ട്, തൂക്കം എന്ന് പറയുന്നതൊക്കെ. ഏകദേശം അതിനോട് സിമിലറായിട്ടുള്ള ഒരു ആചാരമായിട്ട് തോന്നും നമുക്കിത് കാണുമ്പോൾ. അവർ ദിവസങ്ങളോളം അത്രയും കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളിലൂടെ മാത്രമാണ് മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിച്ചിട്ട് വേണം ഒരാൾക്ക് കാവടി എടുക്കാൻ. അല്ലെങ്കിൽ എന്തായാലും കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വേദന, നമ്മുടെ മനസ്സിലേക്കൊരു വേദന ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത്രയും കഠിനമായിട്ട് അവർ വ്രതാനുഷ്ഠാനത്തോടെ കാവടി എടുക്കുന്നത് കൊണ്ട് അവർക്ക് ഇത് കാവടി കുത്തുമ്പോൾ, അതായത് അവർക്ക് ഈ നാവ് തുളച്ച് ശൂലം കുത്തുക അല്ലെങ്കിൽ കൂർത്ത കാവടി ചുമക്കുമ്പോൾ അവർക്കത്ര വേദന ഇല്ലാണ്ട് ഈ പുണ്യകർമ്മം ചെയ്യാൻ കഴിയും. അവരത്രയും നിഷ്ഠയായിട്ടുള്ള വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് അവർ ഈ കാവടി എടുക്കുന്നത്. നൂറുകണക്കിനുമല്ല, ആയിരക്കണക്കിന് ഭക്തരാണ് ഇത് കാണാനും ഇത് കാവടി എടുത്തിട്ടും കാൽനടയായിട്ട് 4 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നത്. കാവടി എടുക്കുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഭക്തിയോടുകൂടി വാദ്യഘോഷ അകമ്പടിയോടുകൂടിയാണ് അവർ ശ്രീനിവാസ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് ദണ്ഡായുധപാണി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഈ ഓരോ കാവടിയും ഏകദേശം 40 കിലോയോളം തൂക്കം വരും. പ്രധാനമായിട്ടും ഭക്തർ കാവടി എടുക്കും, അല്ലെങ്കിൽ പാൽക്കുടം ചുമന്നിട്ടാണ് ഇങ്ങനെ ഈ ഒരു അമ്പലത്തിൽ നിന്ന് മറ്റേ അമ്പലത്തേക്ക് കാൽനടയായിട്ട് പോകുന്നത്. അവരുടെയൊക്കെ ഈ വിശ്വാസത്തിന് മുന്നിൽ ഭക്തിയോടെ പ്രണമിക്കാണ്ടിരിക്കാൻ സാധിക്കില്ല.